ഇന്ത്യ ബ്ലോക്ക് എന്ന രാഷ്ട്രീയമായ പ്രസ്ഥാനം അത് രൂപപ്പെടുത്തുന്നതിൽ മറ്റാരേക്കാളും കുറവല്ലാത്ത സംഭാവന നൽകിയ പാർട്ടിയാണ് CPIM. ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP ഇന്നതിൻ്റെ സ്വാധീനം ഇന്ത്യയിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ മുന്നണിയുടെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന BJP ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നേടിയിരിക്കുകയാണ്. ആദ്യമായി പശ്ചിമ ബംഗാൾ BJPയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ BJPയുടെ കൂട്ടാളികൾക്കെതിരായിട്ടുള്ള വിശാലമായ രാഷ്ട്രീയ യോജിപ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ വിസ്തൃതമായ യോജിപ്പ് വളർത്തിയെടുക്കുന്നതിന് സഹായകമായ തരത്തിലല്ല പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ച് ശ്രീമാൻ ഖാർഗെ AICC അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന് CPM ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനൊരു കത്തെഴുതുകയുണ്ടായി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് CPMനും BJPക്കും തമ്മിൽ ഡീലുണ്ട് എന്ന കല്ലുവച്ച നുണ ശ്രീ ഖാർഗെ മുതൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽഗാന്ധിയുടെ സഹോദരിയും വയനാട് MPയുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും ആവർത്തിക്കുകയുണ്ടായി. ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPക്കെതിരായി ഇന്ത്യയിൽ വളർത്തിയെടുക്കേണ്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ അതിന് പോറലേൽപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇത് തിരുത്തണം. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് കോൺഗ്രസ് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്താണ്. ഇതിന്റെ അർത്ഥം ഇന്ത്യ ബ്ലോക്ക് എന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും CPIM പിന്മാറുന്നു എന്നുള്ളതല്ല. ഈ കത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വി വോണ്ട് ബി ഫൗണ്ട് വാണ്ടിങ് ഇൻ മൊബിലൈസിംഗ് ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദി സ്ട്രഗിൾ എഗൻസ്റ്റ് RSS കൺട്രോൾ BJP. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ രാജ്യസഭാംഗം സഖാവ് ജോൺ ബ്രിട്ടാസ് പങ്കെടുക്കുന്നതാണ്. CPIMനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇന്ത്യ ബ്ലോക്കുമായി ഭാവിയിലും തുടർന്ന് സഹകരിച്ചു പോകാനും പാർലമെന്റിൽ പ്രതിപക്ഷ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കന്മാർ CPIMനെതിരായിട്ട് തോന്നുമ്പോഴൊക്കെ വിളിച്ചു പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.